ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തെങ്കിലേക്ക് ഈ പകൽക്കാലവും അടുത്തു വരുവാൻ തക്കവണ്ണം സർവശക്തനായിട്ടുള്ള ദൈവം കൃപ ചെയ്യുന്നതോർത്ത് നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തെസ്സലോനിക്കരുടെ 1, 2 ലേഖനങ്ങളിൽ കൂടെ ഉള്ളതായ പഠന പരമ്പരയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തെസ്സലോനിക്ക പഠനത്തിൻ്റെ 2-ാമത്തെ തെസ്സലോനിക്കരുടെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 2 തെസ്സലോനിയൻസ് ചാപ്റ്റർ 3. ഇന്ന് 3-ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് ഈ 3-ാമത്തെ ചാപ്റ്റർ തീർക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. സമയത്തിൻ്റെ ക്ലിപ്തതയനുസരിച്ചിട്ട് ഇന്ന് അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ ഏതാനും വാക്യങ്ങൾ, 5 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. 2 തെസ്സലോനിയൻസ് 3-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളാണ് പ്രാരംഭമായിട്ട് നമുക്ക് വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്. 1, 2 അധ്യായങ്ങൾ നമുക്ക് പഠിച്ച് തീർക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. 1, 2 അധ്യായങ്ങളിൽ കർത്താവിൻ്റെ നാളിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് നമ്മൾ കാണുവാനായിട്ട് കഴിഞ്ഞു. വിശദമായിട്ട് ആ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുവാനായിട്ട് ദൈവം അവസരം നൽകിയതുകൊണ്ട് ഇനിയും അതിലേക്ക് പോകുന്നില്ല. 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ഇവിടെ എന്താണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കരോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിച്ച് പൂർത്തീകരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. 1, 2 വാക്യങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്? പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് അപേക്ഷിക്കുന്നതായിട്ടുള്ള അപേക്ഷയാണ് 1-ാമതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ചിന്തിക്കും, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള, കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായ, കർത്താവുമായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ശ്രേഷ്ഠ അപ്പോസ്തലൻ മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നതിലെ ഔചിത്യം എന്താണ് എന്ന് ഒരുപക്ഷെ ചിന്തിപ്പാനായിട്ട് ഒത്തിരി ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. കാരണം അത്രത്തോളം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള, വിശ്വസ്തനായിട്ടുള്ള, ദൈവത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ചിട്ടുള്ളതായ ഒരു വ്യക്തിത്വമാണല്ലോ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ദൈവത്തോട് സംസാരിച്ചിട്ടുള്ളവൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടുള്ളവൻ, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് ഓർത്തുകൊള്ളാം. അങ്ങനെയുള്ളതായ ഈ മനുഷ്യൻ എന്തിനാണ് ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് എന്നുള്ളതായ ചിന്ത സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. പൗലോസ് അപ്പോസ്തലൻ ശ്രേഷ്ഠനായ അപ്പോസ്തലനാണെങ്കിലും അവൻ്റെ മഹത്വം അടങ്ങിയിരുന്നത് സ്വതസിദ്ധമായിട്ടുള്ളതായ കഴിവുകളിലായിരുന്നില്ല എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. മറിച്ച് കർത്താവായ ദൈവത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ ആശ്രയത്തിൻ്റെ ബലത്തിലാണ് പൗലോസ് എന്നതായിട്ടുള്ള ശ്രേഷ്ഠ അപ്പോസ്തലൻ നിലനിന്നിരുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രാർത്ഥന, മറ്റുള്ളവരുടെ മധ്യസ്ഥത വിലയേറിയതായിട്ട് കാണുന്നതായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങൾ എടുത്തു നോക്കുന്നതായിട്ടുള്ള സമയത്ത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പല ലേഖനങ്ങളിലും ആ ലേഖനം എഴുതുന്നതായിട്ടുള്ള
വിശ്വാസ സമൂഹത്തോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 15-ാമത്തെ അധ്യായം, ഞാൻ റെഫറൻസ് മാത്രം പറയുന്നതേ ഉള്ളൂ, വാക്യമെടുത്ത് വായിക്കുവാനായിട്ട് സമയത്തെ എടുക്കുന്നില്ല. റോമാലേഖനം 15-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ റോമാസഭയോട് താൻ ആവശ്യപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അപ്രകാരം തന്നെ ആവശ്യപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും. കൊരിന്ത്യർക്ക് എഴുതുന്നതായിട്ടുള്ള ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 1:11 കാണാം. എഫേസ്യ ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുന്നത് കാണുവാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലുണ്ട്. കൊലോസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നതായിട്ടുള്ള വേളയിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഹവിശ്വാസികളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെയൊക്കെ ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ആത്മീക ജീവിതത്തോട് എങ്ങനെയാണ് ഇത് ചേർന്ന് കിടക്കുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയണം. നമുക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ, നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, നമുക്കൊരു പോരാട്ടമുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പ്രതികൂലമുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടവിശ്വാസികളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തോട് നമ്മൾ എത്ര ചേർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളായാൽ പോലും സഹവിശ്വാസികളുടെ മധ്യസ്ഥത, സഹവിശ്വാസികളുടെ പ്രാർത്ഥന നമുക്കൊരു ബലമായി തീരും, ഒരു കോട്ടയായി തീരും, ഒരു അനുഗ്രഹമായി മാറും എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നാം അല്പം കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്താണ്? പൗലോസ് അപ്പോസ്തലൻ ആരോട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? സഹവിശ്വാസികളോട്, കൂട്ടുവിശ്വാസികളോട്, തൻ്റെ പ്രിയപ്പെട്ടവരോടാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇവിടെ തനിക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് ആരോടാണ്? തൻ്റെ സഹവിശ്വാസികളോട്, സഹോദരങ്ങളോട് തന്നെയാണ്, വിശ്വാസത്തിലുള്ള സഹോദരങ്ങളോടാണ് ആവശ്യപ്പെടുന്നതെന്ന് ഓർത്തുകൊള്ളും. എന്നാൽ മറിച്ച് ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുന്നതായിട്ടുള്ള സമയത്ത് മരിച്ചവരോട് മധ്യസ്ഥത അണയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സമൂഹങ്ങളെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയാണ് ഈ ഒരു ചലഞ്ച് പൗലോസ് അപ്പോസ്തലൻ വെച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ കാണുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. 1-2 ആവശ്യങ്ങൾ പ്രത്യേകമായിട്ട് സ്പെസിഫിക്കായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആ ആവശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഒന്നാമതായിട്ട് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ലോകത്തിൽ ഒരേ വിശ്വാസത്തിൽ അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളോട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള തൻ്റെ കൂട്ടു സഹോദരങ്ങളോട് പൗലോസ് ആവശ്യപ്പെടുകയാണ്, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പൗലോസ് എന്ന് പറയുന്നത് തെസ്സലോനിക്കരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവാണ്, അവരുടെ ഇടയനാണ്, അവരുടെ ലീഡറാണ്. അങ്ങനെ പല സവിശേഷതകൾ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലേക്ക് എത്തിച്ചേർന്നത്. താഴേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് അതിനെക്കുറിച്ച് പറയേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. എത്തിച്ചേർന്നതിനെക്കുറിച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ഇടയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അവരുടെ ഇടയിൽ വന്ന നാൾ മുതലുള്ള തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസിൻ്റെ ഹൃദയം അറിഞ്ഞ ഒരു സമൂഹമാണ് ആര്? ഈ തെസ്സലോനിക്ക സമൂഹം എന്നുള്ളത് ഓർത്തുകൊള്ളും. താൻ എവിടെ പ്രവർത്തിക്കുമ്പോഴും തൻ്റെ ഹൃദയം അറിഞ്ഞതായിട്ടുള്ള, തന്നെ നന്നായിട്ട് അറിഞ്ഞതായിട്ടുള്ള വിശ്വാസ സമൂഹത്തോടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പൗലോസിൻ്റെ ആവശ്യം എന്താണ്? പൗലോസ് എങ്ങനെയാണ്? പരസ്പരം അറിയാവുന്ന സമൂഹം അല്ലേ, അന്യോന്യം അറിയാവുന്നവരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്കാണ് ബലമുള്ളത്, ശക്തിയുള്ളത്. നമ്മൾ നമ്മുടെ ആവശ്യം പോലെ മറ്റുള്ളൊരു വ്യക്തിയുടെ പ്രാർത്ഥന ആവശ്യം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് പ്രയോജനമുണ്ടാവുന്നത് എന്നുള്ളത് കാണുവാൻ കഴിയും. അപ്പോൾ ആരോടാ പറയുന്നത്? ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള കൂട്ടവിശ്വാസികളോടാണ്. ഹൃദയം തന്നെ അറിയുന്ന, തൻ്റെ ഹൃദയത്തെ അറിയുന്ന സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. 2 ആവശ്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ആ 2 ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വേഗം നോക്കാം. അവിടെ പറഞ്ഞിരിക്കുകയാണ് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. ഒന്നെന്താണ്? കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ. അതായത് ഒന്നാമത്തെ പൗലോസിൻ്റെ ആവശ്യം. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല സമൂഹത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത്. തൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം പൊതുവായിട്ടുള്ളതായ ആവശ്യങ്ങളാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഒന്ന് എന്താണ്? തൻ്റെ ആഗ്രഹം സുവിശേഷത്തിൻ്റെ വിജയത്തിനു വേണ്ടി
പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നതെന്ന് ഓർത്തുകൊള്ളാം. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ വചനം, സുവിശേഷം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ. അപ്പോൾ അതെന്താ പറഞ്ഞിരിക്കുന്നത്? സുവിശേഷത്തിൻ്റെ വ്യാപനം. സുവിശേഷത്തിൻ്റെ വ്യാപനം എന്ന് പറയുമ്പോൾ അതെന്താണ്? സുവിശേഷത്തിൻ്റെ വിജയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ അടുക്കൽ സുവിശേഷം എങ്ങനെയാണ് എത്തിയത്? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഫിലിപ്പിയിലെ കഷ്ടപ്പാടുകളും, അതായത് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിൽ എത്തിച്ചേരുന്നത്. ആ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് ഫിലിപ്പിയിൽ എത്തിച്ചേരുവാനായിട്ടിടയായി തീർന്നു. മക്കധോനിയയിലേക്ക്, ദ ഗ്രേറ്റ് മാസിഡോണിയൻ കോൾ എന്നൊക്കെ പറയും നമ്മൾ. ആ മക്കധോനിയയിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കധോനിയയിലേക്ക് എത്തുവാനായിട്ട് പോകുന്നു. ഫിലിപ്പിയിൽ എത്തുന്നു. ഫിലിപ്പിയിൽ എത്തിക്കഴിഞ്ഞ് സുവിശേഷം പറയുമ്പോൾ അവിടെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ക്രൂരമായിട്ടുള്ള പീഡനം അവിടെ അനുഭവിക്കുന്നു. അതിനുശേഷം ജയിലിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ റിലീസ് ചെയ്തതിന് ശേഷം എവിടെ എത്തുകയാണ്? തെസ്സലോനിക്കയിൽ എത്തിച്ചേരുകയാണെന്ന് ഓർത്തുകൊള്ളും. തെസ്സലോനിക്കയിലും തനിക്കുണ്ടായിരുന്നത് സന്തോഷമൊന്നുമല്ല. അവിടെ താൻ പാർത്തിരുന്നതായിട്ടുള്ള യാസോൻ്റെ വീട് അവർ വളയുവാനായിട്ടും യാസോനെയും ഈ പ്രിയപ്പെട്ടവരെയും ഒക്കെ പീഡിപ്പിക്കുവാനായിട്ടും ഇടയായിത്തീർന്നത് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. ആ ഭാഗത്തേക്ക് നിങ്ങൾ പിന്നീട് സമയം പോലെ എടുത്തു വെച്ച് വായിച്ചു കൊള്ളുക. അപ്പോൾ അത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ അവരുടെ അടുത്ത സുവിശേഷം വന്നു. അവർ സുവിശേഷം വിശ്വസിച്ചു. അവരുടെ ഇടയിൽ കുറേ നാൾ പ്രവർത്തിച്ചു. അപ്പോൾ തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിൽ എത്തിച്ചേരുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ച് പോകുവാനായിട്ട് പാടില്ല. അപ്പോൾ സുവിശേഷം നിങ്ങളുടെ ഇടയിൽ എത്തിയതുപോലെ ഇതെന്ത് ചെയ്യണം? വ്യാപിക്കണം. താൻ എന്തിനാണ് 1, 2, 3 മിഷണറി യാത്ര ഒക്കെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നത്? തന്നാലാവോളം ഈ സുവിശേഷം മാക്സിമം പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം. അപ്പോൾ തെസ്സലോനിക്ക സഭയോടുള്ള പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒന്നാമത്തെ വിഷയം എന്താകുന്നു എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിൻ്റെ വ്യാപനം, സുവിശേഷത്തിൻ്റെ വിജയം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആദിമസഭയുടെ പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു എന്ന് ഓർത്തുകൊള്ളണം കേട്ടോ. ഒന്നാമത്തെ അപ്പോസ്തലന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 4-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ആദിമസഭയും അപ്പോസ്തലന്മാരും വലിയ പീഡനം അനുഭവിച്ചപ്പോൾ സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടിടയായിത്തീർന്നു. സഭ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പ്രാർത്ഥിച്ചത്? നിൻ്റെ ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടെ പ്രഘോഷിപ്പാനായിട്ട് നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അതാ പ്രാർത്ഥിച്ചത്. അല്ലാതെ അവരെ വരുന്ന വലിയ പീഡനത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നൊന്നും അല്ല സഭ പ്രാർത്ഥിച്ചതെന്ന് ഓർക്കണം. സഭയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടെ പ്രതികൂലങ്ങളുടെ നടുവിലും ഘോഷിക്കുവാനായിട്ട് നിൻ്റെ ദാസന്മാർക്ക് വേണ്ടുന്ന കൃപ നൽകണമേ. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്? സുവിശേഷം വ്യാപിക്കണം. പ്രതികൂലങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ഒക്കെ സുവിശേഷത്തിനൊരു തടസ്സവും നേരിടുവാനായിട്ട് പാടില്ല. അത് നന്നായിട്ട് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? രണ്ടാമത്തെ പ്രാർത്ഥനാ പോയിൻ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വല്ലാത്തവരും ദുഷ്ടന്മാരുമായിട്ടുള്ളതായ ആളുകളുടെ പക്കൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടണം. ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ഒരു സെൻറ്റൻസ് ഇപ്രകാരമാണ്: അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. പിതാവായ ദൈവത്തോട് പുത്രനായ ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അപേക്ഷയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അതിന് സമാനമായിട്ടുള്ള പ്രാർത്ഥന തന്നെ ആവശ്യപ്പെടുകയാണ് തെസ്സലോനിക്കരോടും എന്ന് കാണുവാൻ കഴിയും. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന്
ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ രണ്ടാമത്തെ ആവശ്യം എന്താണ്? വല്ലാത്തവരും ദുഷ്ടന്മാരും, അല്ലേ? അവിടെ അതിന് കൊടുത്തിരിക്കുന്നത് വിക്കഡ് ആൻഡ് ഈവിൾ മെൻ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ വേറൊരു വേർഷൻ കൂടെ ഒന്ന് നോക്കി. ഈ വല്ലാത്തവർ എന്നുള്ള ഒരു പദം കണ്ടപ്പം വിക്കഡെന്നും ഉള്ള പദവുമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയതായിട്ടുള്ള സമയത്ത് വേറൊരു വേർഷനകത്ത് എഴുതിക്കുന്നത് അൺറീസണബിൾ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അല്ലേ? വല്ലാത്തവർ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എങ്ങനെയുമാണ് ഏത് തരത്തിലുമുള്ളതായ ക്യാരക്ടറാവാം ഈ ഗണത്തിൽപ്പെടുന്നത്. അൺറീസണബിൾ, പ്രത്യേകിച്ച് ഒരു കാരണങ്ങളോ ഒന്നും ഇല്ല, ഏത് തരത്തിലും പ്രശ്നം ഉണ്ടാക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഈ ദുഷ്ടന്മാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചിന്തകളും ഇമാജിനേഷൻസൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് പള്ളിയിൽ ആരാധനയൊക്കെ നടക്കുമ്പോൾ പള്ളിയൊക്കെ അടിച്ച് തകർത്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞ ദിവസം അവിടെ നടന്നതുപോലെയുള്ള ബോംബ് സ്ഫോടനമൊക്കെ നടത്തി, ഇങ്ങനെയുള്ള പിക്ചറാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നതെന്ന് ഓർത്തോളും. ഈ ദുഷ്ടന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കലാപമുണ്ടാക്കുന്നവർ, നമ്മളെ ദ്രോഹിക്കുന്നവർ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ചിന്ത. അതുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ഈ വല്ലാത്തവർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഈ വല്ലാത്തവർ എന്ന് പറയുന്ന ഒരു ഗണം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ അപ്രകാരം രോഗപരമായിട്ട് നമ്മളെ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാറ്റഗറി ആവണമെന്നില്ല. വളരെ ചെറുതും നിസ്സാരമായിട്ടുള്ളതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പോലും ഊതിപ്പെരുപ്പിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇടയായി തീരുമെന്ന് ഓർത്തോളം. ഇവരുടെ ക്യാരക്ടർ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വല്ലാത്തവർ ഏത് തരത്തിലും ബിഹേവ് ചെയ്ത് കളയും. നമുക്ക് അവരേത് രീതിയിൽ പ്രതികരിക്കും, ഏത് രീതിയിലാണ് ഇവർ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ഓർത്തോളും. അത് സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ഓർത്തോളും. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥന എന്താ? വല്ലാത്തവരും, അതായത് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ, ഏത് വിഷയത്തിൻ്റെ മേൽ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയാത്തതായിട്ടുള്ള ആളുകളുടെ പക്കൽ നിന്നും, പിന്നെ ദുഷ്ടന്മാരായിട്ടുള്ളതായ ആളുകളുടെ കൈരങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തെസ്സലോനിക്കരോട് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ സഭയുടെ പ്രാർത്ഥന, വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥന, സുവിശേഷ വേലയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്നതായിട്ടുള്ള ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഈ വല്ലാത്ത ലോകത്തിൽ നിന്ന്, ഈ വല്ലാത്ത ദുഷ്ടലോകത്തിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം. ചിലപ്പോൾ അതിന് കീഴ്പ്പെട്ടു പോകുവാൻ, അടിപ്പെട്ടു പോകുവാൻ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ പ്രതികരിക്കും, ഏത് രീതിയിൽ പ്രതികരിക്കും, എന്തിനെ ഒരു വിഷയമില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ എങ്ങനെ നമ്മളായിത്തീരും, എങ്ങനെ നമ്മളായിപ്പോകും, അങ്ങനെയുള്ളതായ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഈ സുവിശേഷ വേലക്കാരുടെ മനം മടുത്തു പോകുവാനും അവർ തളർന്നു പോകുവാനും ക്ഷീണിച്ചു പോകുവാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞത്, വല്ലാത്തവരായിട്ടുള്ളതായ ആളുകളുടെ കരങ്ങളിൽ നിന്ന് നീ അവരെ വിടുവിക്കണം. അവർക്ക് ദുഷ്ടൻ്റെ കരങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രണ്ട് വിഷയമാണ് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത്. ഒന്ന്, സുവിശേഷത്തിൻ്റെ വ്യാപനം. രണ്ട്, ദുഷ്ടന്മാരും വല്ലാത്തവരുമായിട്ടുള്ളതായ ആളുകളുടെ കരങ്ങളിൽ നിന്ന് തങ്ങൾക്ക് വിടുതൽ പ്രാപിക്കണം. എന്നിട്ട് അതിനോട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാക്യം കൂടെ ഉണ്ട്, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കുറേ സമയം ഇരുന്ന് അതിൻ്റെ പുറകിലിരുന്ന് ധ്യാനിച്ചിട്ടാണ്. കാരണം ആ വാക്യം അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ എന്താണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമല്ലോ എന്നുള്ളൊരു കണക്കിൽ ചിന്തിച്ച് ധ്യാനിച്ചിരുന്നായിട്ടുള്ള സമയത്ത് എന്താ മേളിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? പ്രാർത്ഥനയ്ക്ക് 2 പോയിൻറ്റും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ 2 പോയിൻറ്റും പറഞ്ഞു കൊടുത്തിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. മത്തായിയുടെ സുവിശേഷം
21 അധ്യായം 22 വാക്യം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 24 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഒന്നുകൂടെ ഞാൻ വായിക്കാം. മർക്കോസ് 11:24, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന 2 സുവിശേഷത്തിലെ 2 വാക്യങ്ങളാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. എന്താണ് അവിടെ കർത്താവ് പറയുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരിക്കണം, അല്ലേ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രാർത്ഥിക്കുവാൻ 2 ആവശ്യം വെച്ചു കൊടുത്തു, എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എല്ലാവർക്കും വിശ്വാസം ഇല്ലല്ലോ, അല്ലേ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. വിശ്വാസത്തോടുകൂടെ ഉള്ളതായ പ്രാർത്ഥന. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, അല്ലേ? ഒരാൾ നമ്മുടെ അടുത്ത് ഒരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായിക്കൊള്ളട്ടെ, ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അതിന് പ്രകാരം മറുപടി ലഭിക്കും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചോളും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് എല്ലാവരും പ്രാർത്ഥിക്കും, അല്ലേ? പക്ഷേ വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്താണ്? പ്രാർത്ഥനയിൽ വിശ്വാസത്തോടു കൂടെയാണോ നാം പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്നുള്ള വിശ്വാസം, മനസ്സിലായോ? പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ലഭിക്കുമെന്നുള്ള വിശ്വാസം. കർത്താവ് അതാണ് 2 ഉദാഹരണം നമ്മളെ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും ലഭിക്കും. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? അത്തിവൃക്ഷം ഉണങ്ങിപ്പോയിരിക്കുന്ന നാട്ടിലെ കാര്യം കണ്ടു. അപ്പോൾ കർത്താവ് ഇത് ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അന്നേരം കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് ഇതൊക്കെ എന്ന് ഓർത്ത് പോകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ അവിടെ നമ്മുടെ വിശ്വാസം എത്രത്തോളം വലുതായിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? തെസ്സലോനിക്കരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, പക്ഷേ വിശ്വാസം എല്ലാവർക്കും ഇല്ല, അല്ലേ? പ്രാർത്ഥിക്കും, പക്ഷേ അത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അത് പൗലോസിന് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും പ്രാർത്ഥിക്കും, പക്ഷെങ്കിൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ആവണം എന്ന് നിർബന്ധമില്ല. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? 4-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത്, 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ അവിടെ വരുന്നതായിട്ടുള്ള സമയത്ത്, 3-ാമത്തെ വാക്യത്തിലേക്ക് അവിടെ വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ കാണുന്നത് കർത്താവ് വിശ്വസ്തൻ. നമ്മളിത് കണക്ട് ചെയ്ത് പോകണം കേട്ടോ. കണക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് വിട്ടുപോകും. മേളിൽ പറഞ്ഞു പ്രാർത്ഥിക്കണം, എന്നിട്ട് പൗലോസ് തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വിശ്വാസമില്ല. പക്ഷെ മറ്റേ ഒരു കാര്യം പറയാം, കർത്താവ് വിശ്വസ്തൻ, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ ചിലപ്പം അവിശ്വാസത്തോട് കിട്ടുമോ ഇല്ലയോ, നടക്കുമോ പറ്റുമോ ഇല്ലയോ, ഇങ്ങനത്തെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ചിന്തയോടും കൂടെയൊക്കെയാണ്. അല്ലെങ്കിൽ തന്നെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എന്നാലും നമുക്ക് പ്രാർത്ഥിച്ചേക്കാം എന്നുള്ള നിലയിലുള്ള പ്രാർത്ഥനയായിരിക്കും. പക്ഷെങ്കിൽ എന്നാൽ പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് വിശ്വസ്തൻ. നമ്മൾ അവിശ്വസ്തരാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ വിശ്വസ്തനാണ്. കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അവിശ്വസ്തരാണ് എന്ന് ഓർത്തുകൊള്ളാം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ പോലും കർത്താവ് എന്താണെന്നാണ് പറയുന്നത്? ഈ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് പറഞ്ഞു, നിങ്ങൾ യാചിക്കുന്നതിന് മുന്നമേ തന്നെ സ്വർഗം നിങ്ങളുടെ അപേക്ഷ കേട്ടിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെയുള്ളപ്പോൾ കർത്താവിൻ്റെ ഒരു ശ്രേഷ്ഠ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ അവിശ്വസ്തരായാലും വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളൊരു വിശ്വാസവും ഇല്ലാതായിരിക്കും പ്രാർത്ഥിക്കുന്നത്, എന്നാൽ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ വിശ്വസ്തനാണ്, അവന് വാക്ക് മാറാൻ കഴിയുകയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളും. കർത്താവ് വിശ്വസ്തനാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഇവിടെ ഒരു വലിയ അഷ്വറൻസ്, അല്ലെങ്കിൽ തെസ്സലോനിക്കരോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? വല്ലാത്തവരും ദുഷ്ടന്മാരുമായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി. എന്നിട്ട് പൗലോസ് തിരിച്ച് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, പക്ഷെങ്കിൽ തിരിച്ച് അവരോട് പറയുകയാണ്, കർത്താവ് നിങ്ങളെ വിശ്വസ്തനാണ്, കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളും എന്ന് അങ്ങോട്ട് പറയുന്നതായിട്ടുള്ളൊരു കാര്യം. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം
നിങ്ങളെ കാത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവജനത്തിനുള്ള ഒരു വലിയ പ്രോമിസാണത്. നമുക്കൊരു വലിയ വാഗ്ദത്തവും നമുക്ക് വലിയൊരു അഷ്വറൻസുമാണ് അതെന്ന് കാണുവാൻ കഴിയും. ദൈവജനത്തെ ദൈവം ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളും. കാരണം തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി യേശു തമ്പുരാനാണ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിലുള്ള ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് നീ അവരെ കാത്തുകൊള്ളണം. അത് കൊണ്ട് പൗലോസ് കൂടെ പറയാം, കർത്താവ് വിശ്വസ്തനാണ്, അല്ലേ? ദൈവം നമ്മളെ കാത്തുകൊള്ളും. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ കാക്കുവാൻ സർവശക്തൻ അവൻ മതിയായവനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. ഇനിയും പറയുന്നത് എന്താണ്? 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നും മേലാലും ചെയ്യും എന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ഈ തെസ്സലോനിക്യ സഭയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് പൗലോസിന് വലിയ സാക്ഷ്യമാണുള്ളത്. നമ്മൾ 1-ാമത്തെ അധ്യായം 1-ാമത്തെ ലേഖനമൊക്കെ പഠിച്ചതായിട്ടുള്ള സമയത്ത് അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തെസ്സലോനിക്കരെക്കുറിച്ചുള്ളതായ പൗലോസിൻ്റെ ഒരു വിശ്വാസം, പൗലോസിൻ്റെ ഒരു ഉറപ്പ്, ഇവരുടെ പ്രത്യേകത എന്താ നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു, മേലാലും ചെയ്യും. അപ്പോൾ നമ്മൾ ആ വാക്യം ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ, തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ളതായ പൗലോസിൻ്റെ സാക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അനുസരിക്കുന്ന സമൂഹം, ഒബീഡിയൻറ്റ് ബിലീവേഴ്സ്, അനുസരിക്കുന്നതായ സമൂഹത്തെക്കുറിച്ചാണ് കാണുന്നത്. എന്താ പറയുക? ഞങ്ങൾ എന്ത് നിങ്ങളോട് കമാൻഡ് ചെയ്യുന്നോ അത് മുന്നും പിന്നുമില്ല, ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന സമൂഹം. നിങ്ങൾ അനുസരിച്ചു, ഇനിയും അനുസരിക്കും, അല്ലേ? ഇന്നലകളിലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഞങ്ങൾ എന്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അത് വള്ളി പുള്ളി വിടാതെ അക്ഷരം പ്രതി നിങ്ങൾ അത് ജീവിതത്തിൽ അനുസരിച്ചു, പ്രാവർത്തികമാക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ള ഉറപ്പെന്താണ്? ഇനിയും നിങ്ങളോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കേൾക്കും. ദൈവമക്കളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സംഗതി, ഒരു സമൂഹം വളരണമെന്നുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അതൊരു കുടുംബമായിക്കൊള്ളട്ടെ. നമ്മൾ കുടുംബമാണല്ലോ ഏറ്റവും ചെറിയ ഒരു ബിന്ദു എന്ന് പറയും, ഏറ്റവും ചെറിയ ഇടം. ആ കുടുംബത്തിൽ അനുസരിക്കുന്ന ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഉണ്ട് എങ്കിൽ അവിടെ എന്തായി മാറും? അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായി മാറും. അനുസരിക്കുന്ന ഒരു ഇടവക, ഒരു സഭ, സമൂഹം ഉണ്ട് എങ്കിൽ അവിടെ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ കാര്യങ്ങൾ പോകുമെന്നുള്ളത് അറിയാം. ഇന്ന് സഭകളായിക്കൊള്ളട്ടെ, ഇടവകകളായിക്കൊള്ളട്ടെ, വിശ്വാസ സമൂഹങ്ങളായിക്കൊള്ളട്ടെ, വളർന്നു വരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം? 100 അഭിപ്രായങ്ങൾ, അല്ലേ? ഭിന്നാഭിപ്രായങ്ങൾ. ഈ 100 അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നേരെ ചൊവ്വേ ഇത് മുമ്പോട്ട് പോകത്തില്ല. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തീർന്നു എന്ന് ഓർത്തു പറഞ്ഞു. നമ്മൾ പറയാറില്ല, ഈ പഴഞ്ചൊല്ല് പറയാറില്ലേ, പല അനന്തരവന്മാരുള്ള അമ്മാവൻ വെള്ളം കുടിച്ച് ചാവുകയെന്ന് പറയാറുള്ളത് പോലെ ഭിന്നാഭിപ്രായങ്ങൾ അതേത് സമൂഹത്തിലുണ്ടായാലും എന്താ സംഭവിക്കുന്നത്? അത് നശിക്കത്തേ ഉള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം പൊളിറ്റിക്കൽ പരമായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഭാരത രാജ്യത്ത് 2 മുന്നണികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന NDA എന്ന് പറയുന്ന ഒരു അലയൻസ്. രണ്ടാമത് പുതിയൊരു മുന്നണി വന്നിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നതായിട്ടുള്ള മുന്നണി. ആ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്കകത്ത് ഒരു 100 പാർട്ടികൾ, ഈർക്കിൽ പാർട്ടികളുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളും. ഈ കഴിഞ്ഞ ദിവസവും ഓരോ പാർട്ടി ലീഡേഴ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങൾ, അതൊന്നും അധികം നാൾ വാഴത്തില്ലെന്നുള്ളത് ഓർത്തുകൊള്ളും. കാരണം ഈ 100 പാർട്ടികളെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം എല്ലാവർക്കും എന്താണ്? ഞാൻ വലിയവനാണ് എന്നുള്ളതാണ് ചിന്ത എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് അതിനെ ഒരിക്കലും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ NDA എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തിയും ബലവും എന്താണ്? അതിനകത്ത് 1 ലീഡറേ ഉള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളും. അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് അപ്പീലില്ല. ശരിയോ തെറ്റോ അവർ അത് കേൾക്കുന്നു, അനുസരിക്കുന്നു, അത് ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ്?
സുഗമമായിട്ടുള്ളൊരു ഭരണം അവർക്ക് നടത്തുവാനായിട്ട് കഴിയും. അതേസമയം 100 ഈർക്കിൽ പാർട്ടികൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരുത്തനൊരു തീരുമാനമെടുക്കും, മറ്റവൻ പറയാൻ എന്നെക്കൊണ്ട് സൗകര്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദിമസഭയുടെയൊക്കെ പ്രത്യേകത അവരുടെ അപ്പോസ്തലന്മാരെ അനുസരിച്ചു, അവരുടെ ഉപദേശം കേട്ടു, അവർ പറയുന്നത് കേട്ട് അനുസരിച്ച് നടന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ സമൂഹങ്ങൾ വളരുവാൻ ഇടയായിത്തീർന്നു. ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് കടന്നു വന്നുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ കാണുന്ന പുതിയ പുതിയ സഭകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കണം. അവിടെ ഒറ്റ ലീഡറേ ഉള്ളൂ. അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ പൊക്കോളും. ഈ വരുന്ന ആൾക്കാരെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു, അവരാരാധിക്കുന്നു, അവർ വീട്ടിൽ പോകുന്നു. ഇതിനകത്ത് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. വരവായാലും ചെലവായാലും എന്ത് പ്രശ്നമായാലും മാനേജ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ്. കാര്യങ്ങൾ സുഗമമായിട്ട് പോകും, യാതൊരു പ്രശ്നവുമില്ലെന്ന് ഓർത്തുകൊള്ളു. അദ്ദേഹം പറയുന്നത് വള്ളി പുള്ളി വിടാതെ വിശ്വാസികളെ കേൾക്കുന്നു, പോകുന്നു. മറ്റുള്ള മെയിൻ ലൈൻ ചർച്ചുകളെയൊക്കെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. എന്തുകൊണ്ട് മെയിൻ ലൈൻ ചർച്ചുകളൊക്കെ കീഴോട്ട് പോകുന്നു, പടവലങ്ങ പോലെ താഴോട്ട് പോകുന്നു എന്ന് ചിന്തിച്ച് കഴിഞ്ഞാലുള്ളതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അനുസരിക്കുന്ന സമൂഹം ഇന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുസരണ മനോഭാവം ഇല്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. അങ്ങനെ 100 അഭിപ്രായങ്ങളും 100 ഭിന്നാഭിപ്രായങ്ങളും കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് ഒരിക്കലും നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾക്ക് കാര്യങ്ങൾ സുഗമമായിട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയേ ഇല്ല എന്ന് ഓർത്തുകൊള്ളാം. ഞാൻ ഇനിയും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കോൺഫറൻസ് നടന്നു, 3 ദിവസത്തെ ഒരു കോൺഫറൻസ് നടന്നു. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ആ കോൺഫറൻസ് വളരെ സ്മൂത്തായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് തീർന്നൊരു കോൺഫറൻസ്. തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് ആളുകൾ പറഞ്ഞു, ഇതൊക്കെ തീർന്നു പോയോ. എന്നാൽ ആ 3 ദിവസത്തേക്ക് ആ കോൺഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് മസിൽ പിടിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ ദിവസം മതി. ബാംഗ്ലൂരിനൊരു ക്യാരക്ടറുണ്ട്. 2 ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം നാട്ടിൽ പോകുന്നവരാണ്. മുൻകാലങ്ങളിൽ നമ്മളിത് വെച്ചിട്ടുള്ളപ്പോഴെല്ലാം പരാജയമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും പരാജയമായി മാറും. 3 ദിവസം വേണ്ട, 1 ദിവസം കൊണ്ട് മതി എന്നൊക്കെ പറഞ്ഞ് കുലങ്കഷിതമായിട്ടുള്ള ചർച്ചകളൊക്കെ വന്നു കമ്മിറ്റിയിൽ. പക്ഷേ വളരെ ശക്തമായിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഞാനതിനെ എതിർത്തു. 1 ദിവസത്തേക്ക് വേണ്ടി വെക്കുന്ന ഒരു പരിപാടിയെ കോൺഫറൻസ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടത് 3 ദിവസമായിരിക്കണം. ഇന്നലെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഇന്നലത്തെ പരാജയങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നാളെയും ചിലപ്പം ഇതൊരു പരാജയമായി പോയേക്കാം. എന്തുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ പരാജയങ്ങളെ കണ്ടു മുമ്പോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ വിശ്വാസത്തോടുകൂടെ ചാടുക. കുറച്ച് റിസ്ക് എടുത്താലേ പറ്റുകയുള്ളൂ. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം സമ്മതിച്ചു. ഓക്കെ, അച്ഛൻ പറഞ്ഞല്ലയോ. അങ്ങനെ 3 ദിവസത്തേക്കാക്കി. അപ്പം പിന്നെ ആരുടെ ഇതായിട്ട് മാറി? അച്ഛൻ്റെ തലവേദനയായി മാറി. നമ്മുടെ തലയിലായി സകല കാര്യങ്ങൾ. വിജയിച്ചാലും തോറ്റാലും ജയിച്ചാലും എല്ലാം. അങ്ങനെ സംഭവം മുമ്പോട്ട് പോയി. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു, പ്രാർത്ഥിച്ചു. ദൈവജനം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ പറയാൻ വന്നത്, ആ കോൺഫറൻസ് എല്ലാ നിലയിലും ഇപ്പം 3 ദിവസം നടത്തണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പോലും വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയല്ലോ, നമുക്ക് ഉടനെ അടുത്ത ഒരെണ്ണം കൂടെ വേണം. വളരെ അനുഗ്രഹമായി തീർന്നൊരു കോൺഫറൻസായിരുന്നു. അതിൻ്റെ വിജയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കൂടെ നിൽക്കുന്നൊരു എൻ്റയർ ടീമുണ്ടായിരുന്നു. എന്താ പറഞ്ഞാലും അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമൊന്നുമില്ലായിരുന്നു. എന്നോ പറഞ്ഞാലും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വിങ് കൂടെ നിന്നു. അങ്ങനെ കൂടെ നിന്നതുകൊണ്ട് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യമേ ഒന്ന് ചിന്തിച്ച്, ഇത്ര ലക്ഷം രൂപ വേണം, എങ്ങനെ നേടും, എങ്ങനെ സാധിക്കും, പറ്റുമോ, നടക്കുമോ, സർപ്ലസായിട്ട് കർത്താവ് തന്നു. ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. എല്ലാം ഭംഗിയാണ്. അതെന്തുകൊണ്ട് ഒരു അക്ഷരം പോലും നെഗറ്റീവായിട്ട് അവിടെ ഉയരാതെ
പോയതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകോപിച്ച് നിൽക്കുന്നതായിട്ടുള്ള, യുണൈറ്റഡായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു, എന്തിനും ഏതിനും കൂടെ നിൽക്കാൻ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് സംഭവം വളരെ വിജയകരമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം നമ്മുടെ എന്ത് പ്രോഗ്രാമുകളായിക്കൊള്ളട്ടെ, അത് ഇടവകയായിക്കൊള്ളട്ടെ, ശാക്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവജനം ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ അനുസരിച്ചു, ഇനിയും അനുസരിക്കും. എന്നാ അവിടെ എഴുതി വച്ചിരിക്കുന്ന വേർഡ്? ഞങ്ങൾ ആജ്ഞാപിച്ചതെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിച്ചതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് കമാൻഡ് ചെയ്തത്, ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചത് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? നിങ്ങളത് കേട്ടു. അപ്പോൾ ഒരു ഉത്തരവ് കൊടുക്കുകയാണ്, ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള, പൗലോസ് അപ്പോസ്തലൻ ഇവരോട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സകല കാര്യങ്ങളും അവർ അനുസരിച്ച ഒരു സമൂഹം. അതുകൊണ്ട് ദൈവമക്കളെ, എനിക്കിവിടെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഇടവകയായാലും സഭയായാലും നമ്മുടെ കുടുംബമായാലും അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, വളരണമെന്നുണ്ടെങ്കിൽ, ഏകാഭിപ്രായത്തോടുകൂടെ ഒരുമിച്ച് നിൽക്കുന്നതായ, നേതൃത്വത്തിന് സപ്പോർട്ട് കൊടുക്കുന്നതായ, ഒരേ മനോഭാവത്തോടും ചിന്തയോടും കൂടെ നമുക്ക് പ്രവർത്തിപ്പാനായിട്ട് കഴിയുന്നുവെങ്കിൽ മാത്രമേ നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് ഭക്തൻ്റെ ഹൃദയത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെയും 2 ക്യാരക്ടേഴ്സ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് ദൈവത്തിൻ്റെ ക്യാരക്ടർ, 2 ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ. ഒന്ന് ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം സ്നേഹമാണ്, അല്ലേ? ഗോഡ് ഈസ് ലവ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ് കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ടാണല്ലോ തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് തന്നത് എന്ന് ഓർത്തുകൊള്ളും. ദൈവം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അവൻ പാപിയെ സ്നേഹിച്ചത് കൊണ്ടാണ് പാപമില്ലാത്ത തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏകജാതനെ നൽകുവാനായിട്ട് ഇടയായി തീർന്നത് എന്നോർത്തുകൊള്ളും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടർ അവിടെ വെളിപ്പെടുകയാണ്, ദൈവം സ്നേഹമാണ് എന്നുള്ളത്. രണ്ടാമത് ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ എന്താണ്? സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, സഹിഷ്ണുത, അല്ലേ? നമുക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് 33 വർഷത്തിലെ 3.5 വർഷക്കാലം നമുക്ക് വേണ്ടി സഹിച്ച്, നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിലനിന്നതായിട്ടുള്ള ഒരു കർത്താവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും നമ്മുടെ ഹൃദയത്തെ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ തിരിക്കുന്നത് ആരാണ്? കർത്താവ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോഴാണ്, അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പരിപൂർണമായിട്ടുള്ളതായ രൂപാന്തരവും മാനസാന്തരവും ഗുണീകരണവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഭക്തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് കർത്താവാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനിയും തുടർന്നുള്ളതായ വാക്യത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 6 മുതലുള്ള വാക്യങ്ങൾ, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സിലാത്തവൻ തിന്നുകയരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ഇനിയും ചില ഉപദേശങ്ങൾ, ചില ഇൻസ്ട്രക്ഷൻസ്, ചില നിർദ്ദേശങ്ങൾ, ചില അഡ്വൈസസ്, ഇതൊക്കെയാണ് 6 മുതലുള്ളതായ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ മേളിൽ നമ്മൾ കണ്ടത് എന്താണ്? ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചത് നിങ്ങൾ ചെയ്തു, ഇനിയും ചെയ്യും. അത് പറഞ്ഞിട്ടാണ് ഇനിയും പറഞ്ഞെന്താണ്? അടുത്ത ആജ്ഞ കൊടുക്കുകയാണ്. ആ ആജ്ഞ എന്താണ് പറയുന്നത്? ക്രമം കെട്ട് നടക്കുന്നവനോട് അകന്ന് നിൽക്കണം. മനസ്സിലായോ? ക്രമം കെട്ട് നടക്കുന്നവനോട് അകന്ന് നിന്നോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരായി ക്രമം കെട്ട് നടക്കുന്നത്? അവിടുത്തെ ചോദ്യം അതാണ്. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ജനമുണ്ട് എന്ന് ഓർക്കണം. ഒന്ന്, ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അറിയാത്തവരും. ദൈവത്തെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രമം കെട്ട് നടക്കുന്നവരാണ് എന്നുള്ളതിനകത്ത് സംശയമില്ല. അവർ ക്രമം കെട്ട് നടക്കുന്നവർ തന്നെയാണ്. രണ്ട്, ദൈവത്തിൻ്റെ ജനം. ഓക്കെ, അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്വഭാവത്തിൽ നടക്കുന്നവരെന്തായാലും ജീവിതത്തിൽ യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ നടക്കുന്നവരാണ്. അവർ ലോക വഴികളിൽ നടക്കുന്നവരാണ്. നമ്മുടെ കണ്ണിൽ ആരാണ് ക്രമം കെട്ട് നടക്കുന്നത്? ഇവരാ ക്രമം കെട്ട് നടക്കുന്നത്, അല്ലേ? ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരാണ് ക്രമം കെട്ട് നടക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നത് ഇവരോട് അകലണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ലോകക്കാരായി ക്രമം കെട്ട് നടക്കുന്നവരോട് അകലാനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് നമ്മളോട് ശ്രദ്ധിക്കണം. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം, ഞങ്ങളിൽ നിന്ന് സുവിശേഷം റിസീവ് ചെയ്തവർ, ഞങ്ങളിൽ നിന്ന് സുവിശേഷം കേട്ടവർ, കേൾക്കാത്തവരല്ല. കേൾക്കാത്തവർ ഓൾറെഡി ക്രമം കെട്ട് തന്നെയാണ് നടക്കുന്നത്. പൗലോസ് അവരെക്കുറിച്ചല്ല പറഞ്ഞത്. കേട്ടിട്ട്, കേട്ടിട്ട്, പലതവണ കേട്ടിട്ട് അനുസരിക്കാതെ ക്രമം കെട്ട് നടക്കുന്നവരോട് നിങ്ങൾ അകലണം, അല്ലേ? കേൾക്കാഞ്ഞിട്ടല്ല. ലോകക്കാർക്ക് പറയും ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അവർക്കൊരു എക്സ്ക്യൂസ് പറയാനായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഈ മറ്റേ കാറ്റഗറി എന്ന് പറയുന്നത് സുവിശേഷം കേട്ടതാണ്. സുവിശേഷം കേട്ടിട്ടും കൊള്ളരുതായ്മ പ്രവർത്തിക്കുന്നവരോട് എന്ത് ചെയ്യണം? അല്പം ഗ്യാപ്പിട്ടോണം, അല്ലേ? അവരോട് അകന്നോണം എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട്. അതായത് വിശ്വാസികളുടെ ഇടയിൽ തന്നെ വചനം കേട്ടിട്ട് വിശ്വാസ ജീവിതത്തിന് അനുസൃതമല്ലാതെ നടക്കുന്ന ആളുകളോട് അകലം പാലിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, അപേക്ഷിക്കുകയല്ല. ഈ ആജ്ഞാപനവും അപേക്ഷയും രണ്ടാന്ന് ഓർത്തോളൂ. ആജ്ഞാപിക്കുകയാണ്, ചെയ്തേലേ പറ്റൂ, കൽപ്പനയാണ്. അവിടെ കോംപ്രമൈസുകളൊന്നുമില്ലെന്ന് ഓർത്തോണം. ഒരു കോംപ്രമൈസുമില്ല. പൗലോസ് പറയുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കുക, മാറിയാലേ പറ്റൂ. കാരണം എന്താ? ഇവൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ കൂടെ നശിപ്പിക്കും. ഇവൻ വചനം കേട്ടവനാ, കേൾക്കാഞ്ഞതല്ല. ഞങ്ങളോട് കേട്ട വചനം പ്രമാണിക്കാതെ, എന്താ അവിടെ പറയുന്നത്? ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കേട്ട് നടക്കും. അപ്പം നമ്മളിൽ നിന്ന് കേട്ടവരാണ്. ലോകത്തിൽ ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനം ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു പക്ഷേ സഹകരിക്കുന്നവരുമായിരിക്കും. പക്ഷേ കേട്ട വചനത്തെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലേക്ക് പോലും കൊണ്ടുവരാതെ ക്രമം കെട്ട് നടക്കുന്നതായ അനുഭവം, അവരോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ പറ്റൂ. അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. റോമാലേഖനത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ അതിനോട് ചേർത്ത് വായിച്ചിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 16-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്ന് മാറുവീൻ. വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടുമാണ് ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. റോമാലേഖനം 16:17. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്ന് മാറുവീൻ. ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് എന്താണ്?
ഈ സുവിശേഷത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള, ഈ വചനം ശരിയാണോ, അത് അപ്രകാരം തന്നെ ഉള്ളതാണോ, ഈ വചനത്തെ കോട്ടിമാട്ടി കളയുന്നതായ, വചനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ടുള്ള തലമുറകളിലൊക്കെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. പറഞ്ഞിരിക്കുന്നത് എന്താ? ദ്വന്ദ്പക്ഷങ്ങൾ അല്ലേ, വിപരീതമായിട്ടുള്ള ഉപദേശങ്ങൾ അവരോട് അകന്ന് മാറിക്കൊള്ളണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു അറ്റാക്ക് കണ്ടു, ഒരു സമൂഹത്തിന് നേരെയുള്ളതായ അറ്റാക്ക്. അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്തതിൻ്റെ അദ്ദേഹത്തിൻ്റെ റീസൺ എന്താണ്? അവിടെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദുരുപദേശങ്ങളാണ്, തനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നു. നമുക്കും അറിയാം അത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത്. വിട്ട് അകന്ന് മാറി നിൽക്കുക. ഇല്ലെങ്കിൽ ഈ ഉപദേശത്തിന് നമ്മൾ ചെവി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമുക്ക് തോന്നുക ഇത് ശരിയാണല്ലോ എന്നുള്ള ചിന്ത ഉള്ളിലേക്ക് കയറുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അകന്ന് നിന്നോണം, ഇല്ലെങ്കിൽ നിങ്ങൾ കുഴി ചാടും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. പിന്നീട് നമുക്ക് മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് 7-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഇത് നമ്മൾ 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-2 അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ നടന്നത്, നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചത്. വളരെ വ്യക്തമായിട്ട് ഒരു 8-10 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ, 1-ാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അവരുടെ ജീവിതം, അവരുടെ പ്രവൃത്തി, അവരെങ്ങനെയാണ് തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിൽ ജീവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം പറയും, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ക്രമം കേട്ട് നടന്നിട്ടില്ല, ഐഡിയലായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. തങ്ങളെക്കുറിച്ച് തന്നെ ഉള്ളതായ ഒരു വലിയ സാക്ഷ്യം അവരോട് പറഞ്ഞത്, ഞങ്ങളെ അനുകരിക്കണം, നിങ്ങൾ ഞങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ പല സമയത്തും അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യണം, ഞങ്ങളെ അനുകരിക്കണം. അനുകരിക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തി ഒരു മോഡലായി മാറിയാലേ പറ്റുകയുള്ളൂ. അങ്ങനെ മോഡലായി ജീവിച്ചതായ ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് താൻ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണമല്ല, ഈ തെസ്സലോനിക്കരുടെ ഇടയിൽ എങ്ങനെയാണ് താൻ ജീവിച്ചതെന്ന് അക്കമിട്ട് എണ്ണി 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവിടെ പറയുകയാണ്, തനിക്ക് എന്താണ്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ഉറപ്പിച്ച് പറയുക. അത്രയ്ക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പോടുകൂടിയാണ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു മോഡലായിരുന്നു. സുവിശേഷ വേലയിലായിരിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. പിന്നെ പറഞ്ഞെന്താണ്, നിങ്ങളുടെ ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞെന്താണ്? ഞങ്ങൾ നിങ്ങൾക്ക് ഭാരമായി തീർന്നിട്ടില്ല, ഭാരമായി തീരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞങ്ങൾ ആർക്കും ഭാരമായി തീർന്നിട്ടില്ല എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടി, അതായത് സ്വയം അധ്വാനിച്ച് രാപ്പകൽ, കാരണം തൻ്റെ കൂടാരപ്പണി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം, ആ കൂടാരപ്പണി ചെയ്താണ് താൻ തനിക്കുള്ളതായ അഷ്ടിക്കുള്ളതായ വക കണ്ടെത്തിക്കൊണ്ടിരുന്നതെന്ന് ഓർത്തുകൊള്ളണം. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞെന്താണ്? ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കാൻ അർഹതയുള്ളവരാണ്, അധികാരമില്ലാഞ്ഞിട്ടല്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ല, ആടുകളെ മേയ്ക്കുന്നവൻ ആടുകളുടെ പാലുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. അപ്പോൾ അധികാരമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? ഞങ്ങൾ അങ്ങനെ വന്നിട്ടില്ല, നിങ്ങളെ ആരെയും ഭാരപ്പെടുത്തുവാനായിട്ട് വന്നിട്ടില്ല. സുവിശേഷ വേലക്കാർക്കുണ്ടാവേണ്ടുന്നതായിട്ടുള്ള ഒരു ക്വാളിറ്റിയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ആർക്കും ഭാരമായി തീരുവാനായിട്ട് പാടില്ല, ആർക്കും ഭാരമായി തീരുവാനായിട്ട് പാടില്ല. പക്ഷേ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ സുവിശേഷ വേലക്കാരെക്കുറിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലൻ തന്നെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ആർക്കും ഭാരമായിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ കഴിച്ചിട്ടുമില്ല, അർഹതയില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങൾക്ക് ഞാൻ മാതൃകയായി തീരേണ്ടതിന് അപ്രകാരം ചെയ്യും. പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞത്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് കർത്താവ് യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് പോലെ. സുവിശേഷ ഭാഗത്ത് 4 സുവിശേഷങ്ങൾ നിങ്ങൾ എടുത്തു വെച്ച് വായിച്ചു, ഒരിടത്തും കർത്താവ് അത് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല.
മനസ്സിലായോ? രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ കാണാനായിട്ട് കഴിയും, കർത്താവ് പറഞ്ഞതും താൻ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം എഴുതിയാൽ ലോകത്തിൽ പുസ്തകങ്ങൾ തികയാതെ വരും. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് കർത്താവ് താൻ പറഞ്ഞു. കർത്താവ് എപ്പോൾ പറഞ്ഞു എന്നുള്ളത് പൗലോസും കർത്താവും തമ്മിൽ നേർക്ക് നേരെ കണ്ടിട്ടില്ല എന്ന് ഓർത്തുകൊള്ളു. വെളിപ്പാടുകൾ നൽകിയാണ് പൗലോസിനെ കർത്താവ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനകത്ത് സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കർത്താവ് ഒരുപാട് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അവിടെ പറയുകയാണ്, കർത്താവ് പറഞ്ഞ കാര്യം കോട്ട് ചെയ്യുക, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. നമുക്കൊരു വലിയ മാതൃകയായിരിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്നറിയാം, നമ്മുടെ തൂമ്പ ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത് അല്ലേ? അല്ലേ? തൂമ്പ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനല്ലേ? ഇട്ടേരല്ലേ? ഇങ്ങോട്ടാണ് വലിക്കുന്നത് മൊത്തം. പക്ഷെ കർത്താവ് എന്താ, പൗലോസ് എന്താ പറഞ്ഞത്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. ആർക്കും ഭാരമായി തീരാതെ ഇരിക്കുവാൻ കർത്താവിൻ്റെ വേലക്കാർ ഉത്സാഹിക്കേണ്ടുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇത് തന്നെ 1 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ആദ്യമേ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആർക്കും ഭാരമായിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യത്തിലേക്ക് വരുന്നായിട്ടുള്ള സമയത്ത്, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. അതായത് കർത്താവ് ഉടനെ വരുന്നു എന്നുള്ള ചിന്ത ഇവരെ ഭരിച്ചു വരുന്നു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്നു എന്നുള്ള ചിന്തയോടുകൂടെ, കർത്താവ് ഇപ്പം വരും എന്നുള്ള ചിന്തയോടുകൂടെ ഉപജീവന മാർഗങ്ങൾക്ക് പോകാതെ അലസന്മാരായിട്ട് അലക്ഷ്യമായിട്ട് അവരുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് തുടങ്ങുന്ന കാഴ്ച അദ്ദേഹം കണ്ടപ്പോൾ പറയുകയാണ്, നിങ്ങളെന്താണ് വേല ചെയ്യുവാൻ താല്പര്യമില്ല, അലസന്മാരായിട്ട് നിൽക്കുന്നു. കർത്താവ് ഇപ്പം വരുമെന്നും പറഞ്ഞുകൊണ്ട് മേലോട്ട് കണ്ണും വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ അനുഭവം, അലസന്മാരായിത്തീരുക. വേല ചെയ്യാത്തവൻ അവൻ ആഹാരം ഭക്ഷിപ്പാനായിട്ടുള്ളതായ റൈറ്റുമില്ല. അപ്പോൾ അവരെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ വേല ചെയ്യണം, വേല ചെയ്ത് തന്നെ ജീവിപ്പാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. അല്ലേ? നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഒരു പണിയുമില്ലാതെ രാവിലെ വീട്ടിലത്തെ പരിപാടികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ 1, 2, 3 വീടുകൾ കയറി ഇറങ്ങി ഉള്ള നാട്ടുകാരുടെ നുണയും കൊതിയെല്ലാം പറഞ്ഞ് നശിപ്പിച്ച് ഇങ്ങനെ നടക്കും. ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അതൊക്കെ കൂടുതലുള്ളത്. സിറ്റി ഏരിയയിലൊന്നും ആർക്കും ആരെയും കാണാനും സാധിക്കുന്നില്ല, ആരോട് അടുത്ത് പോകാനും സാധിക്കുന്നില്ല എന്ന് ഓർത്തോളാം. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്താണ്, ഒന്ന് കയറി ഇങ്ങനെ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന പരിപാടി. ഇങ്ങനെ വീടാന്തരം കയറി പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം അത് മാറി, അതാ പറഞ്ഞ ഫോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഫോണിൽ കൂടെയാണ് ഈ പരദൂഷണവും പല കാര്യവും ഒക്കെ നടക്കും. ഒരു പണിയുമില്ല, ചുമ്മാതെ വിളിച്ച്. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കാതിരിക്കാൻ പറ്റുമോ? വെച്ച് പോയെന്നുണ്ടെങ്കിൽ ഈ പണി നമുക്കും കിട്ടും. ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, കേട്ടില്ല, എന്നെ കേട്ടില്ല എന്നുള്ള പരാതി വേറെയാവും. അപ്പോൾ ഇത് നമുക്കൊരു താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കേണ്ട ഗതികേട് വരും. ഇവിടെ എന്താ പറയുന്നത്? വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നുവെന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. വേല ചെയ്യണം, ജോലി ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. കാരണം കർത്താവ് ഇപ്പോൾ വരും എന്നുള്ള ചിന്തയോടുകൂടെ നിങ്ങൾ ചുമ്മാതെ അലക്ഷ്യമായിട്ടും അലസന്മാരായിട്ടും മടിയന്മാരായിട്ടും തീരുവാനായിട്ട് പാടില്ല. കർത്താവ് വരുമ്പോൾ വന്നോളും. കർത്താവ് വരുന്നത് വരെയും ശുഷ്കാന്തിയോടുകൂടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത. കർത്താവ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അലസന്മാരും മടിയന്മാരുമായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മളിലേക്ക് ലോകം പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീരും. എന്താ പറയുക? നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അലസന്മാരും മടിയന്മാരുമായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള വേളയിൽ സംഭവിക്കുന്ന എന്താണ്? നാം ക്രമം കെട്ടവരായി മാറുവാനായിട്ട് സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ എൻഗേജ്ഡായിട്ട് നിൽക്കണം, ജോലി ചെയ്തുകൊണ്ടിരിക്കണം. എൻഗേജ്ഡായിട്ട് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ പരകാര്യത്തിലേക്ക് പോകുന്നില്ല. പരകാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ക്രമം കെട്ടവരായിട്ട് മാറിപ്പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ
എന്താണ് ഇവിടെ തരുന്ന ഒരു വാണിങ്? അവനവൻ്റെ കാര്യം നോക്കി കൃത്യമായിട്ട് കാര്യങ്ങളെ ചെയ്ത് മുൻപോട്ട് പൊയ്ക്കോണം. നിങ്ങൾക്കൊരു വീഴ്ച പറ്റുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നതെന്ന് ഓർത്തുകൊള്ളണം. 13-ാമത്തെ വാക്യം മുതൽ വേഗം അവസാനിപ്പിക്കാം. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്ന് പോകരുത്. ദൈവ മക്കൾക്ക് ദൈവത്തിൻ്റെ വചനം വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നന്മ ചെയ്യുക. സൽപ്രവർത്തികളിൽ സമ്പന്നത ഉള്ളവരായിരിക്കണം, ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. സൽപ്രവൃത്തി ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ നന്മ ചെയ്യണം. വിശ്വാസിയെ ദൈവം വിളിച്ചിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കാണേണ്ടുന്നതായിട്ടുള്ളൊരു പരമപ്രധാനമായിട്ടുള്ള ക്വാളിറ്റിയാണ് നന്മ ചെയ്യുക. ഡു ഗുഡ് തിങ്സ്. ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരായിരിക്കണം. അതിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകുവാൻ പാടില്ല, തളർന്നു പോകുവാനായിട്ട് പാടില്ല. ഈ ലേഖനത്തിൽ ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ. മേളിൽ ഞാൻ പറഞ്ഞല്ലോ, 6-ാമത്തെ വാക്യം നമ്മൾ കണ്ടല്ലോ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ടി നടക്കുന്നു. ഇവിടെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ. അകന്നു നിൽക്കണം. വചനം കേട്ടിട്ടും വചനം പ്രമാണിക്കാത്തവനോട് ലേഖനം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കൈകൊണ്ട് വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്രമം കെട്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ടും ക്രമം കെട്ട് നടക്കുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുക അത്രയേ വേണ്ടുന്നത്. നമുക്കൊക്കെ പറ്റുന്നതായിട്ടുള്ളൊരു പാളിച്ചയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ്? നമ്മൾ ഒരുത്തനെ വെറുത്താൽ, ഒരുത്തനോട് അകന്നാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താകുന്നതെന്ന് ചോദിച്ചാൽ അവനെ നമ്മളൊരു ശത്രുവായിട്ട് കണ്ട് അകലാനായിട്ടാണ് സാധ്യത കൂടുതലെന്ന് ഓർത്തോളും. പക്ഷേ ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയാം, അവനോട് സംസർഗമരുത്, അവനോടൊരല്പം ഗ്യാപ്പ് സൂക്ഷിച്ചു കൊള്ളണം, അല്പം വിടവ് കാത്തുകൊള്ളണം. പക്ഷെങ്കിൽ അവനെ എന്ത് ചെയ്യണം? അവൻ ഈ വീണ്ടും വീണ്ടും ക്രമം കെട്ട് നടക്കുന്നുവെങ്കിലും അവൻ കൂട്ടുസഹോദരനാണ്, അല്ലേ, കൂട്ടായ്മക്കാരനാണ്. ആ കൂട്ടായ്മക്കാരൻ നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് പൗലോസിന് താല്പര്യമില്ല. നീ അവൻ്റെ പ്രവൃത്തികളിൽ പങ്കാളിയുള്ളവനായി തീരുവാനായിട്ട് പാടില്ല, അവൻ്റെ വഴികളിൽ നടക്കുവാനായിട്ട് പാടില്ല, അവൻ്റെ ചിന്താഗതികളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പാടില്ല, അവൻ്റെ വിപരീത ഉപദേശങ്ങളോട് നീ ജോയിൻ ചെയ്യുവാനായിട്ട് പാടില്ല. മറിച്ച് നീ അവനെ എന്ത് ചെയ്യണം? അവൻ്റെ വിപരീത ഉപദേശങ്ങളെ ക്രമീകരിക്കുവാനായിട്ട്, അവൻ്റെ വചനം കേട്ടിട്ടും കേൾക്കാത്ത രീതിയിൽ വഴിവിട്ട ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അവനെ യഥാർത്ഥ വഴിയിലേക്ക് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരുവാൻ. കാരണം നീ അവൻ്റെ കൂട്ടു സഹോദരൻ, അല്ലെങ്കിൽ അവൻ നിൻ്റെ കൂട്ടായ്മക്കാരനായിപ്പോയി. ആ കൂട്ടായ്മക്കാരൻ വഴിതെറ്റിപ്പോയാൽ അവനോട് അവൻ്റെ വഴികളിലേക്ക് പോകാതെ അകന്നു നിൽക്കണം. മറിച്ച് അവനെ നിൻ്റെ വഴികളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവനെ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കണം. പലപ്പോഴും നമുക്ക് പറ്റുന്ന വീഴ്ച, ഒരുത്തൻ കൊള്ളരുതാത്തവനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവനോട് അകൽച്ച പാലിക്കും. ആ അകൽച്ച പിണക്കത്തിലേക്കും ശത്രുതയിലേക്കുമൊക്കെ മാറി എന്നത്തേക്കുമുള്ളതായ ഒരു വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുക, അവൻ്റെ വഴികളിലേക്ക്, ദുഷ്ടന്മാരുടെ വഴികളിലേക്ക് പോകുവാനായിട്ട് പാടില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാനായിട്ട് പാടില്ല, അവിടേക്ക് പോകരുത്. പക്ഷേ അബ്രഹാം പണ്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, എലയാസറിനോട് തൻ്റെ മകൻ ഇസ്ഹാക്കിനൊരു മകളെ വേണം. അവൻ പറഞ്ഞു, നീ ഇന്നടത്തേക്ക് പോകണം, പോയിട്ട് എന്തോ ചെയ്യണം? എൻ്റെ ചെറുക്കനെ അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേച്ചാൽ മാത്രം മതി. അങ്ങോട്ട് കൊടുത്താൽ പോയി എന്നുള്ളത് അബ്രഹാമിനറിയാം. അതുകൊണ്ട് അബ്രഹാം പിതാവ് എലയാസറിനോട് പറഞ്ഞു, എൻ്റെ ചെറുക്കനെ അങ്ങോട്ട് കൊടുത്തേക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണ്? നാം അവരുടെ വഴികളിലേക്ക് പോകുവാനായിട്ടല്ല, മറിച്ച് അവരെ നമ്മുടെ വഴികളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയണം എന്നുള്ളതായ ആ ഒരു സന്ദേശമാണ് പൗലോസ് ഇവിടെ നൽകി തരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആശീർവാദ വചനങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമാധാനത്തിൻ്റെ കർത്താവ്, ദ ലോർഡ് ഓഫ് പീസ്. ഒരു തിരുപ്പിറവി കൂടെ, ക്രിസ്മസ് കൂടെ ലോകമൊക്കെ ആഘോഷിപ്പാനായിട്ട് പോവുകയാണ്. എല്ലാ ക്രിസ്മസുകൾക്കും ശുശ്രൂഷകളിൽ നമ്മൾ വായിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ്. എന്താ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. ഇവിടെ
അത് തന്നെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു വച്ചിരിക്കുകയാണ്, ദ ലോർഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ കർത്താവ്. കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഹീസ് എ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പ്രഭു. ഇവിടെ സമാധാനത്തിൻ്റെ കർത്താവ്. സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ ഒരേ ഒരു വ്യക്തിക്കേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശു തമ്പുരാൻ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരാനോ എടുക്കാനോ കൊടുക്കാനോ കഴിയാത്തതായ സമാധാനം. ഇവിടെ വളരെ വലിയ ഒരു സന്ദേശം കൂടെ നമുക്ക് കർത്താവ് പൗലോസ് അപ്പോസ്തലൻ തരികയാണ്. ഈ ലോകത്തിൽ ഇന്ന് ആർക്കും സമാധാനമില്ല, സന്തോഷമില്ല. സമാധാനം എവിടെ ലഭിക്കും? കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം. സമാധാനത്തിൻ്റെ കർത്താവ്, സമാധാനത്തിൻ്റെ പ്രഭു നമ്മുടെ കർത്താവ് യേശു തമ്പുരാനാണ് എന്നുള്ളത് കൂടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്കെല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. ദൈവമക്കളെ ഒന്ന് ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആങ്സൈറ്റികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ടെൻഷൻ അടിച്ച് പണ്ടാരമടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായിരിക്കുന്ന സമാധാനം ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനും ആ വചനത്തിനും മാത്രം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര മനസ്സിനെ അലട്ടുന്ന മനോഭാരവും മനോവിഷമവും ഒക്കെ ഉണ്ടെങ്കിലും അല്പസമയം നാം ദൈവവചനത്തിൻ്റെ മുമ്പിൽ ദൈവവചനം ധ്യാനിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ അലട്ടുന്നതായിട്ടുള്ള സകല പ്രശ്നങ്ങളും അലിഞ്ഞ് ഇല്ലാതെയായിത്തീർന്ന് അറിയുവാനായിട്ട് കഴിയും. മറിച്ച് TV ഓൺ ചെയ്തിട്ട് 2 കോമഡി കണ്ടു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇരുന്നുകൊണ്ട് ചിരിക്കുമായിരിക്കും അല്ലേ, ആ കോമഡി കണ്ട്. ആ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഇമ്പാക്റ്റ് അങ്ങ് പോവും. പിന്നെ മറ്റേ പുള്ളി അകത്തെ തലയെടുത്ത് ചാടി നിൽക്കുമെന്ന് ഓർത്തുകൊള്ളു. മറിച്ച് ദൈവവചനത്തിന് മുമ്പിൽ നമ്മളൊരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. അത് പിന്നെ തല പൊക്കത്തില്ല. പിന്നെ ആ ആകുലത നമ്മുടെ തലയിൽ, നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങി വരത്തില്ലെന്ന് ഓർത്തുകൊള്ളു. അതാണ് ദൈവം നൽകുന്ന ആശ്വാസവും സമാധാനവും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കെല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുന്ന അനുഭവം. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടി, പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം, ഇങ്ങനെ ഞാൻ എഴുതുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എല്ലാ ലേഖനങ്ങളും, മിക്കവാറും എല്ലാ ലേഖനങ്ങളും എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഈ ആശീർവാദത്തോടു കൂടെ തന്നെയാണ് എഴുതി അവസാനിപ്പിക്കുന്നത്. ഈ ആശീർവാദം എബ്രായ ലേഖനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് തിയോളജിക്കൽ ഫീൽഡിലുണ്ട്, തിയോളജിക്കൽ ലോകത്തിൽ ഇന്നുമുണ്ട്. ഈ എബ്രായ ലേഖനം പൗലോസ് തന്നെയാണോ എഴുതിയത്? കുറച്ച് പറയുന്നു ആണ്, കുറച്ച് പേര് പറഞ്ഞു അല്ല. അപ്പോൾ ഈ തെളിവ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം, ഇങ്ങനെ ഞാൻ എഴുതുന്നു. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുവാനാകട്ടെ. എബ്രായ ലേഖനത്തിൻ്റെ അവസാനം നമ്മൾ നോക്കുന്നാട്ടുള്ള സമയത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആ ഒരു വേടെന്ന് പറയുന്നത് പൗലോസിൻ്റെ വേടാണ്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലേഖനങ്ങൾക്കൊക്കെ അടയാളം ഇത് തന്നെയാണ്. അപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ് എബ്രായ ലേഖനം പൗലോസിൻ്റെ ലേഖനമാണ് എന്ന് നമുക്കവിടെ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവമക്കളെ, തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ പഠനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ 2 ലേഖനങ്ങളിൽ കൂടെ ഒരുപാട് കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ നാളിനോടുള്ള ബന്ധത്തിലും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ലഭിക്കാനായിട്ടിടയായിത്തീർന്നു. എങ്ങനെയായിരിക്കണം ഒരു മാതൃകയുള്ളതായ ക്രിസ്തീയ ജീവിതം നാം നയിക്കേണ്ടുന്നത്? കർത്താവിൻ്റെ വേലക്കാരപ്രകാരമായിരിക്കണം. അവർക്കുണ്ടാകേണ്ടുന്നതായിട്ടുള്ള ക്വാളിറ്റീസ് എന്തെല്ലാമായിരിക്കണം? എപ്രകാരമായിരിക്കണം വിശ്വാസ സമൂഹത്തിനിടയിൽ അവർ ജീവിക്കുന്നത്? വിശ്വാസ സമൂഹം എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വാസ സമൂഹത്തിൻ്റെ സ്നേഹവും അവരുടെ പ്രത്യാശയും അവരുടെ ഒരുമിച്ചുള്ള പ്രവൃത്തിയും എപ്രകാരമാണ് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയിൽ കൂടെ കാണിച്ചു തന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കണം? അവരുടെ പ്രവൃത്തി എന്തായിരിക്കണം? തെസ്സലോനിക്ക സഭയിൽ നിന്നാണ് അഖായയിലേക്കും മക്കദോനിയയിലേക്കും സുവിശേഷം എത്തിച്ചേരുവാനായിട്ടിടയായത്. അവരിൽ നിന്നാണ് സുവിശേഷം മുഴങ്ങിച്ചെന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ
കൂട്ടായ്മക്കാരുടെ ദൗത്യം എന്തായിരിക്കണം? ഇങ്ങനെ അനവധിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും പ്രസൻറ്റ് ഡേ കോണ്ടെക്സ്റ്റിൽ നാം എങ്ങനെ ജീവിക്കണമെന്നുള്ളതും നമ്മുടെ മിഷൻ എന്തായിരിക്കണമെന്നുള്ളതും നമ്മുടെ ജീവിതം ലോകത്തിൻ്റെ നടുവിൽ എപ്രകാരമായിരിക്കണം എന്നുള്ളതുമായ ഒരുപാട് കൂട്ടം കാര്യങ്ങൾ അടങ്ങിയതായിട്ടുള്ള ലേഖനമാണ് ഈ 1-2 തെസ്സലോനിക്ക ലേഖനങ്ങൾ. അത് വിശദമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഇന്ന് കൊണ്ട് ഈ ലേഖന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ ലേഖനം ദൈവം അനുവദിച്ചാൽ വരുന്ന ക്ലാസ് മുതൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും. ഈ 2 ലേഖനങ്ങളിൽ കൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ എവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.